ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് എടുക്കേണ്ടത് അല്ലേ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആൻഡ് സാലറീസ്. അത് നമ്മൾ എവിടേക്കാണ് എടുക്കുക? അത് വേജസ് ആൻഡ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളോട് ഫസ്റ്റ് സാലറി ചോദിച്ചിട്ട് സാലറി ആൻഡ് വേജസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലല്ലേ. വേജസ് ആൻഡ് സാലറീസോ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതെടുക്കുന്നത് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ 10% കണ്ടിട്ട് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ്. അത് ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 1,50,000 ആണ്. അത് നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം പർച്ചേസസ് തന്നിട്ടുണ്ട്. പർച്ചേസസ് ക്വസ്റ്റ്യനിൽ 75,000 ആണ്. അത് നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം പർച്ചേസ് റിട്ടേൺ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യുക? ലെസ് റിട്ടേൺ എഴുതിയ ശേഷം അവിടുന്ന് ലെസ് ചെയ്തിട്ട് 72,000 കാണിക്കുക. പിന്നെ നമുക്ക് എക്സ്പെൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എക്സ്പെൻസ് വേജസ് ആൻഡ് സാലറീസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആൻഡ് സാലറീസ് 500 എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വേജസ് ആൻഡ് സാലറീസിന് എഴുതിയ ശേഷം അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,500 കിട്ടും അല്ലേ. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. സെയിൽസിലും അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട്. റിട്ടേൺ എന്ത് ചെയ്യുക? ലെസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് ഇവിടെ എഴുതിയതിന് ശേഷം ലെസ് ചെയ്തിട്ട് നമുക്കിവിടെ 3,80,000 കിട്ടും അല്ലേ. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കിവിടെ എത്ര തന്നത്? 25,000. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യും ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കിത് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ട് കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഇങ്ങോട്ട് ഇറക്കി എഴുതാം. അത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയ ശേഷം ഇവിടുന്ന് ഓരോന്നായിട്ട് ലെസ് ചെയ്യാം. 1,50,000, 72,000, 6,500 എല്ലാം കൂടെ 4,05,000 ലെസ് ചെയ്യുന്ന സമയത്ത് 1,76,500 നമുക്ക് എമൗണ്ട് കിട്ടും. ഇതാണ് നമ്മളിവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിനെ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് 1,76,500 കിട്ടും. നമുക്ക് തന്നിട്ടുള്ളൊരു ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 2,000 ആണ് വരുന്നത്. അതിവിടെ റെക്കോർഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അപ്പം 1,78,500 കിട്ടും. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഓരോ ഐറ്റമായിട്ട് ലെസ് ചെയ്യുക. 5,000, 3,000, 10,000, 3,000 എല്ലാം കൂടെ ലെസ് ചെയ്യുന്ന സമയത്ത് 1,57,500 വരും.
അപ്പോൾ നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടി 1,57,500 ആണ് വരുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കാം അല്ലേ. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് 70,000 നമ്മളിങ്ങോട്ട് ഇറക്കി എഴുതാം. പിന്നെ വരുന്ന ഐറ്റം വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് 500 നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള 500 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. പിന്നെ വരുന്നത് ക്യാപിറ്റലാണ്. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഡ്രോയിങ്സ് എന്ത് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യുക. എത്രയാ 1000 വരില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എമൗണ്ട് എത്ര കിട്ടി, 2,31,500. ഇനി അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്യാഷ്, അടുത്ത് ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റിലെ ക്ലോസിങ് സ്റ്റോക്ക് 25,000 ഇങ്ങോട്ട് എടുത്തെഴുതാം. അടുത്തായിട്ട് വരുന്ന ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 25,000. അതിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ 1000 ലെസ് ചെയ്യാം. പ്രൊവിഷൻ എവിടെയുള്ളത്, അഡ്ജസ്റ്റ്മെൻറ്റിലാണല്ലേ. ഈ 1000 നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലെസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് 24,000 കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷനാണ്. അത് ബിൽഡിങ് 1 lakh ആണ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 10,000 ലെസ് ചെയ്താൽ നമുക്ക് 90,000 കിട്ടും അല്ലേ. നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. 3,02,000 ആണ് വരുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഈ എമൗണ്ടാണ് കിട്ടുന്നത്.